പിന്നെ മോൾ ഇവിടുത്തെ താമസം മതിയാക്കി അച്ഛന്റെ കൂടെ മനയിൽ വന്ന് താമസിച്ചാ മതി. അവിടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങള് താമസിക്കുന്നത് അരവിന്ദേട്ടന്റെ തറവാട്ടിലാ. മോളൊന്ന് സമ്മതിക്കണം. അമ്മ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉടനെ എടുക്കും. ഈ വീട്ടിലെ താമസം അവസാനിപ്പിക്കുന്ന കാര്യം തന്നെ. പക്ഷെ വിവാഹത്തിന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. നീ സമ്മതം പറയുന്നത് വരെ ഗോവിന്ദ് കാത്തിരിക്കണമെന്ന് വാശി പിടിച്ചാ ഞങ്ങൾ എന്തു ചെയ്യും മോളെ? വിവാഹമല്ല എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുതായി കാണുന്നത്. എനിക്ക് പഠിക്കണം, ഒരു ജോലി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്ന് ഒരു ഡോക്ടറായ അമ്മയോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാ, വിവാഹബന്ധത്തിലൂടെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന് എന്തുറപ്പാണ് കിട്ടുന്നത്. അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനായാൽ തളർന്നു പോയേണ്ടി വരില്ല. അമ്മയുടെ മകൻ എന്നോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യവും എനിക്ക് തന്ന പുതിയൊരു ജീവിതവുമാണ് പഠിക്കാനൊരു അവസരം ഒരുക്കി തന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഇനി ഞാൻ എന്റെ വഴിക്ക് പൊക്കോട്ടെ. നിന്നെപ്പോലൊരു പെണ്ണിനെ കൈവിട്ട് കളയാൻ മാത്രം വിഡ്ഢിയല്ല എന്റെ മോൻ. അതെ, ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. മോള് വന്നേ. വന്നേ. അതെ, എന്താ മോന്റെ അച്ഛൻ പെട്ടെന്ന് മടങ്ങി പോകാൻ കാരണം? നിന്റെ കല്യാണം കഴിഞ്ഞേ പോകൂന്നല്ലേ പറഞ്ഞു കേട്ടത്. അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പുതിയ ഫ്രാഞ്ചൈസി വെയിൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അച്ഛൻ അതിന്റെ ചാർജ്. 1 വർഷം കഴിയാതെ അച്ഛനിവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിന്റെ കല്യാണത്തിന് അച്ഛനുണ്ടാവില്ലെന്ന് ഉറപ്പായി. പകരം അച്ഛൻ അങ്കിളിനെ അയക്കുന്നുണ്ട്, അമ്മയുടെ ബ്രദറാ. പുള്ളി ഒരു ബാച്ചിലറാ. സഞ്ജു ഒന്ന് പരിചയപ്പെടേണ്ട ആളാ. ഫുൾ ഫണ്ണിയാ. ലച്ചു പുറത്തേക്ക് വരുന്നില്ലല്ലോ മോനെ, ആശയം കാണുന്നില്ലല്ലോ. അവര് വരുന്നുണ്ട്. എന്താ ലച്ചു, ഞങ്ങളെ പേടിച്ച് അകത്ത് കയറിയിരുന്നാണോ? നമ്മള് വന്നതൊന്നും അവൾ അറിഞ്ഞില്ല. പഠിക്കാൻ പോയി തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നന്നായി വരും. ഒരു ദിവസം മനയിലേക്ക് വന്നോളൂ. വരാൻ തിരുമേനി. എന്താ, നമുക്കിറങ്ങാം. നീ എന്നാ വീട്ടിലേക്ക് വരിക? ശനിയാഴ്ച വരാമേ. പോയിട്ട് വരട്ടെ മോളെ. ശരി അമ്മേ. മോനെ സഞ്ജു. ശരി ആന്റി. ഞാൻ ലച്ചുവിനോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ദൈവേച്ഛ പോലെ നടക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി എന്ന്. കീതാമേ. ശരി. ശരി. അതെ,
ഞാൻ എന്റെ കാര്യങ്ങള് ഡോക്ടറോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ അമ്മയെ വിളിച്ചിട്ടൊന്നും അല്ല വന്നത്. മുത്തശ്ശന് ഇവിടെ വരണമെന്ന് തോന്നി വന്നതാ. ലച്ചു എന്നെ തെറ്റിദ്ധരിക്കണ്ട. പിന്നെ അമ്മ എന്നോട് സംസാരിച്ചതോ? അതിന് ഞാൻ എന്തിനാണ് ലച്ചു? ഗോവിന്ദന്റെ അമ്മയ്ക്ക് അവരുടെ ആഗ്രഹം നിന്നോട് സംസാരിക്കാൻ പാടില്ലെന്നുണ്ടോ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയ സ്വാതി പിണങ്ങി പോയിരിക്കുന്ന ഈയൊരവസ്ഥയിൽ നീ ഗോവിന്ദുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതം മൂടിയാൽ സ്വാതിയുടെ മനസ്സിലെ സംശയങ്ങൾ മാറിക്കിട്ടാൻ അതൊരു കാരണമാവും. നിങ്ങളുടെ വിവാഹം ഉടനെ വേണ്ടെങ്കിൽ ഒരു വിവാഹ നിശ്ചയെങ്കിലും നടത്തിക്കൂടെ? അത്രയെങ്കിലും നിനക്ക് ചെയ്തോടെ ലച്ചു? സഞ്ജു, ഇവളെ ഇനി ഇത് പറഞ്ഞ് വേദനിപ്പിക്കണ്ട. എന്താണ് ഈ ശാഠ്യം പിടിച്ച് ഇവൾ ജീവിതം പാഴാക്കുന്നതെന്ന് എനിക്കറിയണം. അതിനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ എന്റെ ജീവിതം പാഴാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാ. നിങ്ങൾ എന്റെ കഴുത്തി കെട്ടിയ താലി എന്റെ ജീവിതമായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. എനിക്കൊരു ജീവിതം വേണ്ടേ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതും ജീവിതമല്ലേ? ഞാൻ പലരുടെയും സഹായത്തോടെ ഒരു ജീവിതമാർഗം കണ്ടെത്തുമ്പോ അതില്ലാതാക്കി എന്നെ ഈ വീട്ടിൽ കൊണ്ടുവരാനല്ലേ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്? എത്ര വട്ടം ഞാൻ യാചിച്ചു പറഞ്ഞതാ എന്നെ എന്റെ വഴിക്ക് വിട്ടില്ല. പകരം വിവാഹം കഴിച്ച് ജീവിക്കാൻ പറയുന്നു. എനിക്കൊരു മനസ്സുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്താ? ഇപ്പോ എന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്. എന്നോ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങളും ക്ലാസ് മുറിയും എനിക്കിപ്പോ സ്വന്തമായിട്ടുണ്ട്. ഈ മനുഷ്യൻ എനിക്ക് തന്ന ജീവിതം അത്. ഞാൻ എന്റെ ജീവിതമായിട്ട് ഇപ്പൊ കാണുന്നത് അതിനെയാ. കരിയില പോലെ ഒരാളിന്റെ ജീവിതത്തിൽ ചെന്ന് പറ്റാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് വിവാഹം കഴിക്കാൻ ഇനി നിങ്ങൾ പറയരുത്. ഞാനൊന്ന് പഠിച്ചോട്ടെ. അതിലൂടെ എനിക്കൊരു ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും സന്തോഷം തരുന്ന കാര്യമല്ലേ? ലച്ചുവിന്റെ തീരുമാനം ശരി. ലച്ചു ആ വഴിക്ക് തന്നെ പൊയ്ക്കോളൂ. ഇനി ഇതും പറഞ്ഞു എന്റെ ഭാഗത്തു നിന്നും ആരും ലച്ചുവിന്റെ യാത്രയ്ക്ക് തടസ്സമായി വരില്ല. അവൾ ആകെ മാറിയല്ലോ. അവള് മാറണം സഞ്ജു. അവളുടെ ഉള്ളിലൊരു തീയുണ്ട്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ ചെന്ന് ചേരട്ടെ. നമ്മളായിട്ട് തടയരുത്. എന്തിനും ഏതിനും അവളുടെ പിന്നിൽ ഞാനുണ്ടാവും സഞ്ജു. അപ്പോ നിങ്ങൾ തമ്മിലുള്ള വിവാഹോ? കാത്തിരിപ്പിനോളം സുഖമുള്ള മറ്റൊരു വികാരവും ഈ ഭൂമിയിൽ ഇല്ല സഞ്ജു. ഞാൻ കാത്തിരിക്കും. അവള് സമ്മതം പറയുന്ന കാലം വരെ. എന്താ ഇളയമേ? നീ ഫോണൊന്നും എടുത്തല്ലോ മോളെ. അത് തന്നെ ആശ്വാസം. നീ ഫോൺ എടുക്കാത്തതില് സങ്കട ശ്രീദേവി അടുത്തേക്ക്. ഇളയമ്മ എന്താ വിളിച്ചത്? അതെ, നിനക്ക് ഫോൺ വെക്കാൻ തിടുക്കുവായോ? എന്താ മോളെ ഇങ്ങനെ? എന്തിനാ നീ ആരോടും ഒന്നും പറയാതെ പോയത്? ഇവിടെ ആര് വിളിച്ചിട്ടും നീ ഫോണും എടുക്കുന്നില്ല. വല്യച്ചയോട് ചോദിച്ചിട്ട് അവിടെ ചെന്ന് നിൽക്കാൻ നീ കാരണമൊന്നും പറഞ്ഞതായി അറിയാനും കഴിഞ്ഞില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ കാവേരി ചെറിയമ്മയോട് പറ. അത് എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല.
ഒരു പ്രശ്നമില്ലാതെയാണോ ഒരു വീട്ടിൽ നിന്ന് നീ ഇറങ്ങിപ്പോകുന്നത്? സഞ്ജുവിനോടൊന്ന് മിണ്ടാ പോലും നീ തയ്യാറായില്ലെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അമ്മവും ഗോവിന്ദും കണ്ടിരുന്നല്ലോ ഞാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ ആരും കാണാതെ ഞാൻ പോയതെന്ന് പറയും. കാരണമൊന്നും നീ അവരോട് പറഞ്ഞില്ലെന്നാണല്ലോ അമ്മ പറഞ്ഞത്. നീ പോയതിൽ അവളും ആകെ തകർന്നിരിക്കുക. കുറച്ചു ദിവസം അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. ശ്രീകുട്ടി, എന്തിനാ ചെറിയമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? സംഭവിച്ചതൊക്കെ ആർക്കാ ഊഹിക്കാൻ കഴിയാത്തത്? നീ കവിതേച്ചി വിശ്വസിച്ചല്ലോ മോളെ. അമ്മുന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് നിന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതിനു മുൻപും കവിതേച്ചി ഇതുപോലെ എന്തെല്ലാം ചെയ്തു. അന്ന് നീ ഒന്നും വിശ്വസിച്ചില്ല. ഇപ്പൊ നിനക്കെന്താ ഇങ്ങനൊരു സംശയം തോന്നാൻ? എനിക്കൊരു സംശയവുമില്ല. അമ്മുമായി ബന്ധപ്പെട്ട വിഷയമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നു എന്ന് മാത്രം നിങ്ങളൊക്കെ കരുതിയാൽ മതി. നീ കൂടി ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഇവിടെ ഗോവിന്ദന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ വന്നിരുന്നു. ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. അവർക്ക് അവരുടെ മോനെ കാണാൻ വരണ്ടേ? അതിന് ഞാനെന്തിനാ അവിടെ ഉണ്ടാവണം? ഗോവിന്ദനെ കാണാനൊന്നും അല്ല അവര് വന്നത്. അവര് വന്നത് ലച്ചുവിനെ കാണാനാ. ഗോവിന്ദന്റെ അറിവോടെയാ അവര് വന്നത്. ഗോവിന്ദന്റെ അമ്മ ലച്ചുവിനോട് ഗോവിന്ദുമായുള്ള വിവാഹകാര്യം സംസാരിച്ചു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അവൾ അവരോട് പറഞ്ഞു കാണും. അതല്ലേ ഇളയമ്മ വളച്ചു കെട്ടി പറഞ്ഞു വരുന്നത്. എനിക്കത് നന്നായിട്ടറിയാം. അവൾ ഒരു വിവാഹത്തിന് തയ്യാറാവില്ല. പക്ഷേ നീ കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ അങ്ങനെ പറയില്ലായിരുന്നു. അവളുടെ സമ്മതമൊന്നും നോക്കാതെ നമുക്ക് അവർക്ക് വാക്ക് കൊടുക്കായിരുന്നു. അവൾക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് ഞാനിങ്ങനെ വാക്കു കൊടുക്കും? അല്ലെങ്കിൽ തന്നെ അവള് വിവാഹിതയല്ലേ? ഗോവിന്ദന്റെ അച്ഛനും അമ്മയ്ക്കും അതറിയാം. അവൾക്കൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞു വെച്ച് ആരെങ്കിലും ഒരു മകന് വേണ്ടി ഇങ്ങനൊരു സാഹസം കാണിക്കൂ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ അവളുടെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങാതെ എങ്ങനെ കല്യാണം നടത്തുമെന്ന് അവര് കരുതുന്നു. UK എങ്ങനെ നടന്നു വരും? ഇത് രാജ്യം വേറെയാ. ഇത്രയ്ക്ക് മണ്ടന്മാരാണോ അവര്? ആദ്യം അവളുടെ ഭർത്താവായിരുന്നല്ലേ അവരറിയേണ്ടത്. കല്യാണ സമയത്ത് അവളുടെ ഭർത്താവ് വന്ന് വിളിച്ച അവള് കതിർമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവില്ലേ? ചെറിയമ്മ തന്നെ പറ, അവളുടെ ഭർത്താവ് അപ്പപ്പ വിവരങ്ങൾ അറിയുന്നുണ്ടാവില്ലേ? തന്റെ ഭാര്യയെ തനിക്ക് വേണമെന്നുള്ള ചിന്തയുണ്ടാവാൻ ഒരു ഭർത്താവിന് അധിക നേരമൊന്നും വേണ്ട. അയാൾ ഏതവസ്ഥയിലാണ് ജീവിക്കുന്നതെന്ന് ആർക്കറിയാം? അതാ ഞാൻ പറഞ്ഞത് ഗോവിന്ദന്റെ അച്ഛനമ്മമാര് പമ്പര വിട്ടികളാണെന്ന്. ഇപ്പൊ ഇതൊക്കെ പറയുന്ന നീ തന്നെയല്ലേ അവളുടെ വിവാഹത്തിന് ഉത്സാഹം കാണിച്ചത്? എനിക്കിപ്പൊ തിരിച്ചറിവുണ്ടായെന്ന് ഇളയം ഊഹിച്ചോ? ചെറിയമ്മ വെച്ചോ, കുറച്ചു നേരം എന്നെ ആരോ ഫോണിൽ വിളിക്കുന്നുണ്ട്. അവൾ അങ്ങനെ പറയണമെങ്കിൽ സഞ്ജുവിനെ അവൾ സംശയിക്കുന്നുണ്ട്. ദൈവമേ, കവിതേച്ചിക്ക് അവരുടെ വിവാഹ ഫോട്ടോയോ മറ്റോ കിട്ടിയോ? സച്ചിയുടെ അവസ്ഥ തന്നെ ഗോവിന്ദനും വന്നു. അവളുടെ മനസ്സിൽ ഒരാൾ വിഗ്രഹമായി ഇരിക്കുമ്പോ ആര് വന്നു പോയാലെന്ത്? ഇനി അവളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ഉള്ളിലെ താലോലിക്കുന്ന അവളുടെ സ്വപ്നങ്ങൾ പൂവണിയട്ടെ. സഞ്ജുവും അമ്മവും ഒന്നിച്ച് ജീവിക്കട്ടെ.
ഹലോ, ആരാ? എന്റെ ശബ്ദം കേട്ട ചിലപ്പോ ആളെ മനസ്സിലാവും. നീയോ? അപ്പൊ ആളെ മനസ്സിലായല്ലേ? എന്റെ പഴയ നമ്പറിൽ നിന്ന് വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നറിയാം. അതുകൊണ്ടാ സിം മാറ്റിയിട്ട് വിളിച്ചു. നിനക്ക് എന്താ വേണ്ടേ? എന്തിനാ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്നേ? ശല്യോ? സ്വന്തം ഭാര്യ നിങ്ങൾക്കൊരു ശല്യോ? അത് നന്നായല്ലോ. ദേ, ആവശ്യമില്ലാത്ത സംസാരം വേണ്ട. എന്താ ഞാൻ നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണോ? അപ്പോ ഭർത്താവിന്റെ സ്വത്തിന് ഭാര്യയ്ക്ക് അവകാശമുണ്ട്. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ആ ഭാര്യയുടെ അവകാശം ഉണ്ടല്ലോ, ആ സ്വത്ത്, അതെനിക്ക് വേണം. നിന്റെ അതിമോഹം നടക്കില്ലെന്ന് ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഒരു ഭാര്യയുടെ അവകാശം നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? സംഭവം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എങ്കിൽ സ്വത്തിന്റെ കാര്യത്തിൽ മാന്യമായൊരു തീരുമാനം ഉണ്ടാവണം. എനിക്ക് ജീവനുള്ള കാലത്തോളം കവിതേ, നിന്റെ ആ മോഹം നടക്കില്ല. അങ്ങനെയാണ് കാര്യമല്ലേ? ശരി, ഓക്കെ. ജീവൻ ഉള്ളിടത്തോളം കാലം ഗൗതം സ്വത്തുക്കൾ എനിക്ക് എഴുതി തരില്ല. അപ്പൊ അതാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. അതെ, അത് തന്നെ എന്റെ തീരുമാനം. ദേ, ഈ കാര്യത്തിന് മാത്രമല്ല, ഇനി ഒരു കാര്യത്തിനും കവിത എന്നെ വിളിക്കരുത്. നിന്റെ ശബ്ദം കേൾക്കുന്ന പോലും എനിക്ക് അലർജിയാ. ആയിക്കോട്ടെ, പക്ഷേ എന്റെ അവകാശം അതെനിക്ക് വേണം. ആ സ്വത്ത് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിലോ? എന്താടി ഇപ്പൊ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇത് ഞാനാ, ദക്ഷ. അപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നോ? കവിത, എന്റെ കോർട്ടിൽ കയറി ഗോളടിക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ നിനക്ക് പലതവണ വാർണിംഗ് തന്നതാ. അതെടി, ഇനി നമ്മൾ തമ്മിലുള്ള ഗെയിമിന്റെ ഫൈനലാണ് നടക്കാൻ പോകുന്നത്. അവസാനത്തെ ഗോൾ അടിക്കുന്നത് ഈ കവിതയാ. ജാക്കി, നിന്റെ അമ്മയെ കൊല്ലാൻ നീ കൊട്ടേഷൻ കൊടുത്ത ജാക്കി. അവന് ഞാൻ നിനക്കെതിരെ ഗോളിയാക്കി നിർത്തും. ആ ജാക്കിയെ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവൻ എവിടെയായാലും ഞാൻ അവനെ കണ്ടുപിടിക്കും. പിന്നെ അറിയാലോ, നീയും അവനും ഒക്കെ അങ്ങ് സെൻട്രൽ ജയിലിലാവും താമസം. അതാ ഞാൻ പറയുന്നേ, നിന്റെ അഭ്യാസം എന്നോടും എന്റെ ഏട്ടനോടും കാണിക്കരുതെന്ന്. ഇത് നിനക്കുള്ള എന്റെ ലാസ്റ്റ് വാർണിംഗാ, അത് നീ ഓർത്തോ. അപ്പൊ ഗൗതത്തിന്റെ കാര്യത്തിൽ ഇനി ഭീഷണി പറ്റില്ല. പറ്റിയ സഹായികളെ ഇറക്കണം. അതിന് വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട്. സ്വാതി പറഞ്ഞ പോയിന്റുകൾ വെച്ച് ഞാൻ പെറ്റീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ദാ ഇത് വായിച്ചു നോക്ക്. ഡിവോഴ്സിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് സ്വാതിക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ കഴിയില്ലെന്നാണ്. അല്ല, എന്റെ വാദം സഞ്ജു നിഷേധിച്ച എവിഡൻസ് വേണ്ടി വരും മാഡം. സത്യം സഞ്ജുവിനെ അറിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അത് തന്നെ സംഭവിക്കും. നിലവിൽ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താ
സ്വാതി പിണങ്ങി കഴിയുന്നതെന്നല്ലേ സഞ്ജു കരുതിയിരിക്കുന്നത്? അതെ. ആ നിലയ്ക്ക് സഞ്ജു തെളിവ് ആവശ്യപ്പെടുക തന്നെ ചെയ്യും. ഞാൻ സ്വാതിയെ നേരിൽ കാണാൻ വന്നത് തന്നെ ഇങ്ങനെ ഒരു ദുർബലമായ പോയിന്റ് ഉള്ളതുകൊണ്ടാണ്. സഞ്ജുവിന്റെ വായ അടപ്പിക്കാൻ കഴിയണമെങ്കിൽ ലക്ഷ്മിയുടെ ഭർത്താവ് സഞ്ജു ആണെന്ന് സ്വാതി അറിഞ്ഞെന്ന് അയാൾ അറിയണം. മാഡം പെറ്റീഷനുമായി സഞ്ജുവിനെ പോയി കാണണം. അത് ഞാൻ ചെയ്യാം. ഇനി സഞ്ജുവിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. സത്യം ഞാൻ തിരിച്ചറിഞ്ഞു എന്ന് സഞ്ജുവിനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട്. സഞ്ജു വഴങ്ങിയില്ലെങ്കിലോ? അതിന്റെ കോൺസിക്വൻസസ് എന്തായി തീരുമെന്ന് സഞ്ജുവിന് നന്നായിട്ട് അറിയാം. ആ ഉറപ്പിൽ തന്നെയാ ഇത് മതിയെന്ന് ഞാൻ മാഡത്തോട് പറഞ്ഞു. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്തോളാം. അതെ മാഡം ഇരിക്കാം, ഞാൻ ചായ എടുത്തിട്ട് വരാം. അയ്യോ വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സഞ്ജുവിനെ എന്നാ കാണാൻ പോകുന്നതെന്ന് ഞാൻ സ്വാതിയെ വിളിച്ച് പറയാം. ശരി എന്നാ. ശരി മാഡം.